ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. ഡിഗ്രിക്കാരെല്ലാം പ്രതീക്ഷിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ പോയി അപ്ലൈ ചെയ്യൂ കേട്ടോ. ലാസ്റ്റ് ദിവസത്തേക്ക് നീക്കി വെക്കാണ്ട് എത്രയും വേഗം തന്നെ പോയി അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും തന്നെ പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി പഠിച്ചു തുടങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ സമയം പാഴാക്കാതെ എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ തവണ, അതായത് 2022 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അപ്ലൈ ചെയ്ത ആളുകൾ എന്ന് പറയുന്നത് 5,59,733 പേരായിരുന്നു. പക്ഷേ ഇതിൻ്റെ നിയമന നില, അതായത് അഡ്വൈസ് പോയിരിക്കുന്നത് 321 ആളുകൾക്കാണ്. അപ്പം നമ്മളിതിൻ്റെ നിയമന സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ നിയമന നില എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. അതായത് നമുക്കറിയാം 2 ഘട്ട എക്സാം ആയിട്ടാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നടത്തിയത്. അതായത് പ്രിലിമിനറി എക്സാം, അതുപോലെ തന്നെ മെയിൻസ് എക്സാം. അപ്പോൾ ഈ പ്രിലിമിനറി ലിസ്റ്റിൽ എത്ര ആളുകൾ ഉൾപ്പെട്ടു, അതുപോലെ തന്നെ മെയിൻസ് ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയും നിയമനം കുറവായിട്ടുള്ള ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അവസാനമായിട്ട്, അതായത് കഴിഞ്ഞ തവണ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്, അതായത് നമ്മുടെ പ്രീവിയസ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. ആ പ്രീവിയസ് നോട്ടിഫിക്കേഷൻ വന്നത് 486/2022 എന്ന കാറ്റഗറി കോഡിലായിരുന്നു വന്നത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 4/1/2023 നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പോസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അല്ലേ. വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡിഗ്രിക്കാരെ സംബന്ധിച്ച് മികച്ച ഒരു അവസരമാണ് ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ പറയാനുള്ള ഒന്നാമത്തെ കാരണം തന്നെ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ആണ് അല്ലേ. 39,300 മുതൽ ഏകദേശം 83,000 വരെ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഉണ്ട്. അപ്പോൾ ഏറ്റവും ആകർഷകം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എപ്പോഴും എന്താണ്, ശമ്പളമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണടച്ച് പറയാം, ഡിഗ്രിക്കാരെ സംബന്ധിച്ച് മികച്ചൊരു അവസരമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ് നടന്നിരുന്നത്. ഇതിലെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ്, അതായത് അതിൽ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5,59,733 പേരാണ്. നമുക്ക് ഇപ്പോൾ ഈ തവണ നമ്മുടെ ആപ്ലിക്കൻസ് എത്രയുണ്ട് എന്ന് പറയാൻ ആയിട്ടില്ല, കാരണം ഇപ്പോഴും അപ്ലൈ ചെയ്യാനുള്ള സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഈ മേഖലയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണ പ്രിലിമിനറി എക്സാം നടത്തി. അത് എങ്ങനെയാണ് നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഘട്ടമായിട്ടായിരുന്നു പ്രിലിമിനറി എക്സാം നടത്തിയിരുന്നത്. ഈ പ്രിലിമിനറി എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 50.59 ആയിരുന്നു പ്രിലിമിനറി എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം ഒരു 30,000-ഓളം ആളുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 37,066 ആളുകളാണ് പ്രിലിമിനറി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. അതിനുശേഷം നടത്തിയതാണ് മെയിൻസ് എക്സാം. ഈ മെയിൻസ് എക്സാം നടത്തിയത് ഏകദേശം 25/8/2023 ആ സമയമായപ്പോഴത്തേക്കും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം നമുക്കൊന്ന് നോക്കാം. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 770 പേരാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എത്രയാണ്, 793 ആളുകളാണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ എത്രയായിരുന്നു, 38. അങ്ങനെ മൊത്തം എത്രയായിരുന്നു, 1,601 ആളുകളാണ് മെയിൻസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ഓർക്കുക കേട്ടോ. അതുപോലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 57 ആയിരുന്നു കട്ട് ഓഫ്. അപ്പോൾ പ്രിലിമിനറി എക്സാമിന് 50.59 മെയിൻസ് എക്സാമിന് 57 കട്ട് ഓഫ്. അപ്പോൾ നമ്മൾ എങ്ങനെ പോയാലും ഒരു 60 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരിക്കണം നമ്മുടെ പഠനം എന്ന് പറയുന്നത്. നല്ല മികച്ച രീതിയിലുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രിലിമിനറി കടക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിലിമിനറി കടന്നാൽ മാത്രമാണ് നമുക്ക് മെയിൻസ് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ, അതറിയാലോ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് പ്രിലിമിനറി ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 60 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മുടെ പഠനം ഇപ്പോഴേ കൊണ്ടുപോകേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വൈസ് ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 24/11/2025 ഓർക്കുക കേട്ടോ. അപ്പോൾ 24-ാം തീയതിയാണ്
ലാസ്റ്റ് ഇതിൻ്റെ അഡ്വൈസ് പോയിരിക്കുന്നത്, അതിലെ ടോട്ടൽ അഡ്വൈസ് ഇതുവരെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 321 ആളുകൾക്കാണ്. ഇപ്പോഴും നമുക്കറിയാം ഇതിൻ്റെ ലിസ്റ്റ് അവസാനിക്കുന്നത്, ഇതിൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത് 2027 എന്ന കാര്യം ഓർക്കുക. ഇപ്പോഴും നമുക്കപ്പോൾ കൂടുതൽ അഡ്വൈസൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 5 ലക്ഷത്തിൽ പരം ആളുകൾ അപ്ലൈ ചെയ്ത എക്സാമിൽ നിന്നും ഏകദേശം അഡ്വൈസ് പോയിരിക്കുന്നത് എത്രയാണ്? 321. നമ്മൾ ഈ സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അഡ്വൈസ് കുറവാണ് എന്ന് പറയാനല്ല വന്നിരിക്കുന്നത്. നമ്മൾ എത്രമാത്രം ഫോക്കസ്ഡ് ആയിരിക്കണം, നമ്മൾ എത്രമാത്രം പഠനം കെയർഫുൾ ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. ചിട്ടയായ പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം 2 ഘട്ട എക്സാമാണ്. അതിൽ പ്രിലിമിനറി, മെയിൻസ്. നമ്മൾ മെയിൻസ് ഫോക്കസ് ചെയ്ത് തന്നെ ഇപ്പോഴേ പഠനം ആരംഭിക്കുക. അപ്പോൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ പ്രിലിമിനറിയുടെയും അതുപോലെ തന്നെ മെയിൻസിൻ്റെയും സിലബസ് എടുക്കുക. 2 സിലബസും നമ്മൾ കമ്പയർ ചെയ്യുക. അതിൽ നമ്മൾ പ്രിലിമിനറിയിൽ പഠിക്കുന്ന ഒരുപാട് ടോപ്പിക്കുകൾ മെയിൻസിലും വരുന്നുണ്ട്. അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഹോട്ട് ടോപ്പിക്സ്, അതായത് പ്രീവിയസ് ഇയറിൽ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എക്സാമുകളിൽ നിന്നും ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഹോട്ട് ടോപ്പിക്കുകൾ മനസ്സിലാക്കി തന്നെ നമ്മൾ ഇപ്പോഴേ പുതിയ ആ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ചിട്ടയായ പഠനമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മളൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വെയിറ്റേജ് അനുസരിച്ച് ഓരോ സബ്ജക്റ്റിനും ഈക്വൽ ടൈമൊക്കെ കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കുക. നമുക്കറിയാം മാത്സ്, മലയാളം, ഇംഗ്ലീഷ് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ ഡെയിലി ടൈം മാറ്റി വയ്ക്കുക. മാത്സൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. മാത്സ്, മലയാളം, ഇംഗ്ലീഷൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അതുപോലെ നമ്മൾ മെയിൻസിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് അല്ലേ. സ്പെഷ്യൽ ടോപ്പിക്കിന് ഏകദേശം ഒരു 13 മാർക്കാണ്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് 15 മാർക്കും. നല്ല വെയിറ്റേജ് വരുന്ന 2 ടോപ്പിക്കുകളാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർക്കുക, മറ്റ് എക്സാമുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പോസ്റ്റുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അഡ്വൈസ് കുറവാണ് എന്ന് പറയുന്നതാണ്. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചിന്തിക്കാതെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അത്തരം നെഗറ്റീവ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തവണ 321 ആളുകളാണെങ്കിൽ നമുക്കും അതുപോലെ തന്നെ ലിസ്റ്റിൽ കയറാൻ സാധിക്കണം, ആ അഡ്വൈസ് നമുക്കും ലഭിക്കണം എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ചിട്ടയായ ഒരു പഠനമാണ് വേണ്ടത്. അത് നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ധാരാളം മോക്ക് ടെസ്റ്റുകൾ എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. നമുക്ക് ഏരിയകളൊക്കെ മനസ്സിലാക്കാൻ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ കോമ്പറ്റീഷനുള്ള ഒരു ഏരിയ ആണ്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നല്ല രീതിയിൽ തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക കേട്ടോ. പഠിച്ചു തുടങ്ങുക എന്നല്ല, പഠിച്ച് മുന്നോട്ട് വരിക. അപ്പോൾ സ്വന്തമായിട്ടൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കാൻ അങ്ങനെയൊന്നും സാധിക്കുന്നില്ല, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്കറിയാം നിരവധി ഡിഗ്രി ലെവൽ എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വന്നൊരു ടൈമാണ്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, ഇതിൻ്റെയൊക്കെ പ്രിലിമിനറിയുടെ സിലബസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണല്ലേ. അപ്പോൾ ഈ 2 എക്സാമിനും ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ പ്രിലിംസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ആ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ റെക്കോർഡഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, 899 രൂപയാണ് നമ്മുടെ ഈ കോഴ്സിന്. ഇതിൽ റെക്കോർഡഡ് ക്ലാസ്, ഫുള്ളി റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി അത് മാത്രം പോരാ, റെക്കോർഡഡ് ക്ലാസ് മാത്രം പോരാ, നമുക്ക് മോക്ക് ടെസ്റ്റുകൾ വേണം, ടെസ്റ്റ് സീരീസ് വേണം, അതുപോലെ തന്നെ നല്ലൊരു മെൻറ്റർഷിപ്പ് വേണം. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സസ് വേണം, അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ റെഗുലർ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓർക്കുക, ഇതിൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് അവൈലബിൾ ആണ്. നമ്മുടെ സിലബസ് ഫുള്ളി കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും വരും. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.